ആ എന്തായി എണീറ്റോ? മണി 2 നീ എണീക്കേണ്ട സമയമാണല്ലോ, അതുകൊണ്ട് വിളിച്ചതാ. പിന്നെ ആ പലചരക്കടയുടെ ബില്ല് വല്ലതും കണ്ടോ? ഉള്ളിക്കും തക്കാളിക്കൊക്കെ നീയൊക്കെ വരുമ്പോഴേക്കും സ്വർണത്തിന്റെ വിലയാ. ആ മെസ്സിലും പോകാൻ പറ്റില്ല, അവിടെയും കാശ് കൊടുക്കാണ്. എടേ, അതിന് ഞാൻ ഇവിടെ നിന്ന് ഫുഡ് അടിക്കുന്നതാണോ കമ്പനി ഓർക്കാത്ത? ഇതൊക്കെ വല്ലപ്പോഴും നടക്കുന്നൊരു ഇഷ്യൂ അല്ലടാ. 2 മണി നിന്ന് കൂളാവ്. കൂളാവാൻ നോക്കുന്നുണ്ടാ, പക്ഷെ ചൂടായി പോവാ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ കാണുമ്പോൾ. നിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഒരു കമ്പനിയിൽ കയറ്റാൻ വേണ്ടിയാ. നീ പറഞ്ഞ കേട്ടാ തോന്നും ഇതെല്ലാം കൂടെ എൻ്റെ കുറ്റമാണെന്ന്. എടാ, തിരിച്ചു പോകാനുള്ള ടിക്കറ്റിൻ്റെ കാശ് പോലും എൻ്റെ ഇല്ല. പിന്നെ ഞാൻ ജോലിക്കുന്ന കമ്പനിയാണെങ്കിൽ ഇപ്പോൾ ആളെടുക്കുന്നുമില്ല. പിന്നെ പുതിയ ജോലി ഞാൻ അന്വേഷിക്കാത്തതുകൊണ്ടല്ലോ, കിട്ടാത്തതുകൊണ്ടല്ലേ. പിന്നെ മെയിൻ സംഭവം, എടാ നിനക്ക് പുണ്യം കിട്ടൂലേ ഒരു പാവപ്പെട്ടൻ ഇങ്ങനെ ഭക്ഷണമൊക്കെ തന്ന് ഇങ്ങനെ തീറ്റി പോറ്റുന്നതിന്? മോനെ ദിനു, പുണ്യം കൊണ്ട് എനിക്ക് ബില്ലൊന്നും അടയ്ക്കാൻ പറ്റില്ലല്ലോടാ. ഒരാഴ്ചയായിട്ട് നീ അടിക്കുന്ന ഫുഡിന്റെ കാശുണ്ടെങ്കിലുണ്ടല്ലോ, എനിക്കെന്റെ ലോണിന്റെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കായിരുന്നു നാട്ടിൽ. ആ പിന്നെ നീ പറഞ്ഞില്ലേ നാട്ടിൽ പോകാൻ റെഡിയാണ്, കാശില്ലാത്തതുകൊണ്ടാണെന്നൊക്കെ. ഞാൻ ആരുടെയെങ്കിലും കൈയും കാലും പിടിച്ചിട്ട് കാശ് സെറ്റാക്കാം, നീ പോകുന്നു? അയ്യോ, അങ്ങൊന്നും പഴയ കൂട്ടാ, നമുക്ക് ഓർമ്മയില്ലേ ഒരു സർബത്ത് കുടിക്കാൻ പോലും. പിന്നെ എനിക്ക് ഇവിടുത്തെ ഭക്ഷണം നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റാണ്. ഈ പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ മാറാൻ നമുക്കിന്ന് കുറച്ച് മന്തി കഴിച്ചാലോ? നിനക്ക് ഈ മന്തിയിൽ ആരെങ്കിലും കൈവശം തന്നു? എപ്പോൾ നോക്കിയാലും മന്തിതാ. മന്തിയോ ബിരിയാണിയോ എന്ത് വേണമെങ്കിൽ ആയിക്കോളൂ, എൻ്റെ കയ്യിലുള്ളത് കഴിയാറായിടാം. പിന്നെ നീ എപ്പോഴാ കമ്പനിയിലൊന്ന് കയറുന്നത് പറ? അവർ വിളിക്കുമ്പോൾ കയറും. നീ സമാധാനിട്ടിരിക്കടാ. അതുവരെ നീ നിൻ്റെ ഈ സുഹൃത്തിനെ പൊന്നുപോലെ നോക്കണം. സ്നേഹമല്ല അളിയാ വലുത്. സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ ഈ മാസം കഴിയുമ്പോഴേക്കും ഈ സ്നേഹം തന്നെ നമ്മൾ പുഴുങ്ങി തിന്നേണ്ടി വരും. നീയേ എന്തായാലും ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കും, അതെങ്കിലും നടക്കട്ടെ. അതെന്താ ചെയ്യാലോ. പിന്നെ വരുമ്പോഴേ വിംലിക്വിഡൊന്ന് മേടിച്ചിട്ടുണ്ടോ? അത് തീർന്നുപോയി. പിന്നെ മൂട്ടയ്ക്കുള്ള മരുന്നും കൂടെ മേടിച്ചോ, കടിക്കുന്നു. ആ ശരി, നീ വെച്ചോ. ദൈവമേ, എങ്ങനെയെങ്കിലും ഇവനൊരു ജോലി കിട്ടണേ, അല്ലെങ്കിൽ ഒരു യുദ്ധവിമാനം വന്നെങ്കിലും അവനെ ഒന്ന് കൊണ്ടുപോയാൽ മതിയായിരുന്നു.